കാക്കനാടിനടുത്ത് ബസ് റൂട്ട് ഫ്രണ്ടേജായി ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല. ഏകദേശം 50ഓളം വില്ലകൾ വരുന്ന ഒരു പ്രോജക്റ്റാണിത്. അതിലുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ വീടിനെ കുറിച്ചാണ്. ഒരു മോഡേൺ ട്രഡീഷണൽ ആൻഡ് കണ്ടംപററി ഡിസൈൻ കൂടി ചേർന്ന ഒരു ഫ്യൂഷൻ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. 3.8 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 4 ബെഡ്റൂമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട്. വീടിൻ്റെ മുന്നിലായി വരുന്ന ഈ കാണുന്ന 5 മീറ്റർ വിഡ്ത്തുള്ള റോഡാണ് നൽകിയിരിക്കുന്നത്. ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മതിൽ വളരെ സിമ്പിളായിട്ടുള്ള മതിൽ വരുന്നു. മതിൽ ഒരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ പാറ്റേൺ കാണാം. അതുപോലെ തന്നെ ഇവിടെ ടെക്സ്ചർ വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. മതിലിന് പുറത്തുകൂടെ വീടിൻ്റെ പുറത്തുകൂടെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബും ഡെക്വുഡും ഒക്കെ വെച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഫോൾഡ് ചെയ്യാവുന്ന രീതി, 2 രീതിയിൽ ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫോൾഡിംഗ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ളൊരു മുറ്റം തന്നെ നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇവിടെ കോബിൾ സ്റ്റോണിൻ്റെ ഡിസൈനിലുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേറെ കടപ്പ കല്ലുകളുടെ ഡിസൈനിലുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സും നൽകിയിരിക്കുന്നു. ഇവിടെ വർക്ക് തീർന്നിട്ടില്ല, ഏകദേശം 95% വർക്ക് തീർന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് പോലെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൻ നൽകിയിട്ടുണ്ട്. ക്ലാഡിംഗ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ മോട്ടർ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വെള്ളം താഴേക്ക് ഇങ്ങനെ പതിക്കുന്നതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്ലാന്റർ ബോക്സ് ഇവിടെ നൽകിയിരിക്കുന്നു. ചെറിയ ചെടികളൊക്കെ വെച്ച് നല്ല രീതിയിൽ അവിടെയും പിടിപ്പിച്ചിട്ടുണ്ട്. വീടിന് ചെറിയ ഗാർഡൻ സ്പേസൊക്കെ നമുക്ക് ഈ വീടിന് കാണാവുന്നതാണ്. അതെല്ലാം ഇവിടെ ചെറിയൊരു ഗാർഡൻ സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തട്ടായിട്ട് പോകുന്ന ഒരു ചെടിയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വശത്തും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. അപ്പോൾ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. നല്ല നീളത്തിലുള്ള മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഫുൾ ബോഡി ടൈൽ നൽകിയിട്ടുണ്ട്. ഗ്രാനൈറ്റ് പോലെ തോന്നുന്ന മാറ്റ് ഫിനിഷുള്ള ടൈൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നാൽ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്, ഒരു ലാമ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗി, എസ്തറ്റിക്കലി ഈ വീടിന് നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്ന ഈ കാണുന്ന ജനലാണ്. മോഡേൺ ഡിസൈനിൽ തന്നെയാണ് ജനൽ വരുന്നത്. ഇനി വീടിൻ്റെ അകത്തേക്ക് വരാം. ഇതാണ് മെയിൻ ഡോർ. 2 പാളിയിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. ലൂവറിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വലിയ ഹെവി ആയിട്ടുള്ള വുഡൻ ഹാൻഡിലുകൾ നൽകിയിരിക്കുന്നു. ഈ കട്ടിലുകൾക്കെല്ലാം പാനലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ മെയിൻ ഡോറിൻ്റെ വിശേഷം. നമുക്ക് അകത്തേക്ക് പോകും. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്ന ഈ കാണുന്ന ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ഒരു ഷേപ്പിലുള്ള കോർണർ സെറ്റിയൊക്കെ ഇടാൻ പറ്റിയ വലിയ സ്പേസാണ് ഇവിടെ വരുന്നത്. 2 വശത്തും ജനലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജനലുകൾക്കെല്ലാം പാനലിംഗ് വർക്കും കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. അവിടെ നമുക്ക് വരുന്ന ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനുള്ള പാനലിംഗ് ഷീറ്റുകളാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ സ്ട്രിപ്പുകൾ അതിനിടയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ സ്റ്റോറേജ് സ്പേസുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലിവിങ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കുന്നതിനായിട്ട് ഇവിടെ നമുക്കൊരു പാർട്ടീഷൻ വാൾ കാണാം. ഇത് സ്ക്വയർ ട്യൂബിലാണ്, GA സ്ക്വയർ ട്യൂബിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വുഡൻ ഫിനിഷ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഈ ലിവിങ് സ്പേസ് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറകിലാണ് നമുക്ക് സ്റ്റെയർ വരുന്നത്. ഇതിന് ഈ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ഭാഗത്തും മാത്രമായിട്ട് നമുക്ക് വുഡൻ ഡിസൈനുള്ള ടൈല് നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കും സിലിണ്ടറിക്കൽ LED ലൈറ്റുകളും നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലാണ്. വലിയ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. താഴെ ഫ്ലോറിൽ നോക്കിയാൽ നമുക്കറിയാം ഒരു നല്ല മാറ്റ് ഫിനിഷുള്ള ടൈല് നൽകിയിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഫോൾ സീലിംഗ് വുഡൻ ഡിസൈനിലാണ് വരുന്നത്. നേരത്തെ പറഞ്ഞതാണ് നമ്മൾ സ്റ്റെയർ പോകുന്നത് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് മുകളിലേക്കാണ്. അത് ചെയ്തിരിക്കുന്നത് വുഡും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ വാഷ് കൗണ്ടർ ഏരിയ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വാൾ ടൈലുകൾ നൽകിയിട്ടുണ്ട്. ക്ലാഡിംഗ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. മിറർ LED ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജാഗ്വാറിൻ്റെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഈ വാനിറ്റി കൗണ്ടറും നല്ല ഭംഗിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഏരിയത്തിൽ നമുക്കൊരു മൊറോക്കൻ ടൈലുകളൊക്കെ വിരിച്ച് ഭംഗിയുള്ള ഒരു ഏരിയ കാണാം. അതുപോലെ തന്നെ 2 നാച്ചുറൽ സ്റ്റോണും അവിടെ നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ കിച്ചൺ വരുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. ഇതാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ കിച്ചണിലേക്ക് വരുമ്പോൾ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വുഡൻ ഫിനിഷ് വരുന്ന ടൈലാണ്.
രണ്ട് താഴത്തും മുകളിലുമായിട്ട് കബോർഡ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ബട്ടൺ ഹാൻഡിൽസ് ആണ് മുകളിൽ നൽകിയിരിക്കുന്നത്. താഴെ പ്രൊഫൈൽ ഹാൻഡിലുകളും ബ്ലാക്ക് കളറുള്ള പ്രൊഫൈൽ ഹാൻഡിലുകളും നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് വരുന്നത് എൽ ഷേപ്പിലാണ്. ഇവിടെ നമുക്ക് മൊറോക്കൻ ടൈൽ ഡിസൈനും വരുന്ന പാറ്റേൺ ആണ് ഈ ഫ്ലോർ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ചെറിയൊരു സ്പേസ് ഇവിടെയും ഒരു കൗണ്ടർ ടോപ്പ് നൽകുന്നുണ്ട്. മുകളിലായിട്ട് കുറച്ച് കബോർഡ്സും വരുന്നുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്പേസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഇവിടെയാണ്. വർക്ക് ഏരിയ ചെയ്തിട്ടില്ല, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത് വുഡിൽ തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് വരുന്നത്. ഇവിടെ ടൈലുകൾ മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ്. സാധാരണ മാറ്റ് ഫിനിഷുള്ള ആളുകൾക്ക് ടൈലുകൾക്ക് ചെളിയാകുമോ എന്നുള്ള, അഴുക്ക് പിടിക്കുമോ എന്നുള്ള പേടിയുണ്ട്. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള മാറ്റ് ഫിനിഷ് ടൈലുകളാണ്. ഏറ്റവും നല്ലൊരു എസ്തെറ്റിക്കലി വ്യൂ, നല്ലൊരു ഭംഗി കിട്ടുന്നത് ഈ മാറ്റ് ഫിനിഷുള്ള ടൈലുകൾക്കാണ്. ഇവിടെ കബോർഡുകൾ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ബേ വിൻഡോ പോലുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ കബോർഡുകളാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. ഇവിടെ എൻ്റെ ഡോറ് വരുന്നത് ഫൈബർ ഡോറുകളാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഒരു ബാത്റൂം. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾക്ക് ശേഷം നമുക്ക് മുകളിലേക്ക് വാങ്ങാം. മുകളിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പുകളിൽ വുഡൻ സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസ് ആണ്. അപ്പർ ലിവിങ് സ്പേസ് അത്ര വലിയൊരു സ്പേസ് അല്ല. ഇതിൻ്റെ സ്പേസ് എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ബെഡ്റൂമിലും ലിവിങ് സ്പേസിലും ഡൈനിങ് സ്പേസിലും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതൊരു ചെറിയ സ്പേസ് മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. നമുക്കിവിടെ ഒരു ഹാങ്ങിങ് ഷാൻഡിലിയർ കൊടുത്തിട്ട് മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ ആ ലിവിങ് സ്പേസിൻ്റെ മുകളിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും സ്പേസ് തന്നെയാണ് ഇതിന് വരുന്നത്. ഈ ഭാഗത്തായിട്ട് വലിയ വാർഡ്രോബ് താഴെയും മുകളിലുമൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ് വാർഡ്രോബാണ് ഇത് നൽകിയിരിക്കുന്നത്. സ്പേസ് ലാഭിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഡോർ തുറക്കുമ്പോൾ അത്ര സ്പേസ് പോകും. അതുകൊണ്ട് തന്നെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഒരു വിൻഡോ വരുന്നു. ഇവിടെ നമുക്ക് ഒരു ചെറിയ സ്റ്റഡി ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു വാനിറ്റി കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ചെറിയ രീതിയിലാണ് വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക്, ചെറിയ സിലിണ്ടറിക്കൽ LED ലൈറ്റുകൾ മാത്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ലുക്കിലാണ് ബാത്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു വാനിറ്റി കൗണ്ടർ നൽകിയിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ വലിയൊരു വാഷ് ബേസിൻ, വലിയൊരു മിറർ ഇവിടെ വരുന്നുണ്ട്. ഗ്ലോസി ഫിനിഷിലാണ് ടൈലുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്ത് വരുമ്പോൾ മൊറോക്കൻ സീരീസിൽ വരുന്ന ടൈലുകളാണ്. ഇവിടെ ബാത്റൂം നമുക്ക് വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷനും നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ നിർമ്മിച്ച ഒരു ബാത്റൂം. നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. സെയിം ടൈപ്പ് ഡോറ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു സെമി ഗ്ലാസ് ടൈപ്പ് ഇതാണ് വരുന്നത്. കുറച്ച് ലൈറ്റ് ഈ ഇതുവഴി അകത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു വിൻഡോ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ഒരു ചെറിയ മിറർ കൊടുത്തിട്ടുണ്ട്. വാനിറ്റി കൗണ്ടർ. ഇവിടെ വലിയ വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വാർഡ്രോബ് തന്നെയാണ്. ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിൽ വരുന്ന വലിയൊരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണിത്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമില്ല. ചെറിയൊരു ബെഡ്റൂം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കായുള്ള ഒരു ബെഡ്റൂം പോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ബെഡ് ഇടാം. ഇവിടെ വരുമ്പോൾ വലിയൊരു വാർഡ്രോബ് ഈ ഭിത്തികൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ചെറിയൊരു ബാത്റൂം മാത്രമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ടൈൽ നൽകിയിട്ടുണ്ട്. ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. ബാൽക്കണിയാണ്. ഈ ഡോർ തുറന്നാൽ നമ്മൾ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ താഴെ ഉപയോഗിച്ചിരിക്കുന്ന നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ഗ്രേ കളർ പെയിൻറ്റിങ് വരുന്നുണ്ട്. നല്ലൊരു ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബാൽക്കണി ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് നമുക്കിവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. റൗണ്ട് ഷേപ്പ് സാധാരണ ഇഷ്ടിക ഇവിടെ ഡിസൈൻ കൊടുത്തിട്ട് അത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ നിർമ്മിച്ചൊരു വീടാണ്. വീട് നിർമ്മിച്ചിരിക്കുന്നത് 3.8 സെൻറ്റിലാണ്. 1800 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം വീട്.
ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 89 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.